നമസ്കാരം. വാഹന ഉടമകൾക്ക് ഇരുട്ടടിയായി പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. 20 വർഷത്തിന്മേൽ പഴക്കമുള്ള ഇരുചക്ര വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് 500 രൂപയിൽ നിന്ന് 2000 രൂപയായും 4 ചക്ര വാഹനങ്ങളുടേത് 800 രൂപയിൽ നിന്ന് 10,000 ഉയർത്തിയത്. ഓട്ടോറിക്ഷയുടേത് 800-ൽ നിന്ന് 5000 രൂപയാക്കി. കഴിഞ്ഞ ബജറ്റിൽ പഴയ വാഹനങ്ങളുടെ റോഡ് നികുതി ഇരട്ടിയാക്കി സംസ്ഥാന സർക്കാർ നൽകിയ പ്രഹരത്തിന് പുറമെയാണിത്. ചെറു കാറുകളുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ ഫീസും റോഡ് നികുതിയായി 20,000 രൂപയോളം ചെലവിടേണ്ടി വരും. ഇവയുടെ ഹരിത നികുതി 400-ൽ നിന്ന് 600 രൂപയാക്കിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ വരുമ്പോൾ ടെസ്റ്റിംഗ് ഫീസും നൽകേണ്ടി വരും. അറ്റകുറ്റപ്പണിക്കും പെയിന്റിങ്ങിനും ചെലവിടേണ്ട തുക കൂടി കണക്കാക്കുമ്പോൾ വാഹനത്തിന്റെ വിപണി മൂല്യത്തെക്കാൾ ചെലവ് വരും. കേന്ദ്ര സർക്കാരാണ് നിരക്ക് വർദ്ധിപ്പിച്ചതെങ്കിലും നേട്ടം സംസ്ഥാന സർക്കാരിനാണ്. തുക സംസ്ഥാന ഖജനാവിലേക്കാണ് എത്തുക. കേന്ദ്ര വിജ്ഞാപന പ്രകാരം ഓഗസ്റ്റ് 20 മുതൽ വർധനയ്ക്ക് പ്രാബല്യമുണ്ട്. ഈ ദിവസങ്ങളിൽ രജിസ്ട്രേഷൻ പുതുക്കിയ വാഹനങ്ങൾ വർദ്ധിപ്പിച്ച ഫീസ് അടയ്ക്കേണ്ടി വരും. വാഹൻ സോഫ്റ്റ്വെയറിൽ വർധന പ്രാബല്യത്തിൽ വരാത്തതിനാൽ സംസ്ഥാനത്തെ മിക്ക ഓഫീസുകളിലും വെള്ളിയാഴ്ച പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. 15 വർഷത്തിന്മേൽ പഴക്കമുള്ള വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് കേന്ദ്ര സർക്കാർ നേരത്തെ വർദ്ധിപ്പിച്ചിരുന്നു. ഇത് ഹൈക്കോടതി താത്കാലികമായി വിലക്കിയതിനാൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. കേസിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ പഴയ ഫീസ് അടച്ചാൽ മതിയാകും. ഇരുചക്ര വാഹനങ്ങൾക്ക് 500-ൽ നിന്ന് 1000 രൂപയാകും. കൂടാതെ ഓട്ടോറിക്ഷകൾക്ക് 800-ൽ നിന്ന് 2000 രൂപയാകും. കൂടാതെ 4 ചക്ര വാഹനങ്ങൾക്ക് 800-ൽ നിന്ന് 5000 രൂപയായിട്ടാണ് വർധന ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഉയർന്ന ഫീസ് ഈടാക്കാൻ കോടതി വിധി വന്നാൽ ഇതുവരെ രജിസ്ട്രേഷൻ പുതുക്കിയ വാഹനങ്ങളെല്ലാം അധിക തുക അടയ്ക്കേണ്ടി വരും. ഇതിനു പുറമെയാണ് 20 വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ ഫീസും വർദ്ധിപ്പിച്ചത്. എന്നാൽ ഇത് കേരളത്തിൽ ഉടൻ നടപ്പിലാക്കാൻ സാധ്യത ഇല്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ ഉത്തരവ് ഈ ഏപ്രിലോടെ പ്രാബല്യത്തിൽ വരേണ്ടതായിരുന്നു. എന്നാൽ കേരള ഹൈക്കോടതിയിലെ കേസ് കാരണം ഇതിൽ ഉടൻ കേരളം ഒരു തീരുമാനമെടുക്കാനുള്ള സാധ്യതയില്ല. കോടതി തീരുമാനം വരെ കാത്തിരിക്കാനാണ് സംസ്ഥാന ഗതാഗത വകുപ്പിന്റെ തീരുമാനം. കേന്ദ്ര ഉത്തരവ് നടപ്പിലാക്കിയാൽ എല്ലാത്തരം വാഹനങ്ങൾക്കും നിരക്ക് വർധന ബാധകമാകും. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ 81-ാം വകുപ്പ് പ്രകാരം ഫീസ് വർദ്ധിപ്പിച്ചുള്ള ഉത്തരവ് കേന്ദ്ര മന്ത്രാലയം നേരത്തെ ഇറക്കിയിരുന്നു. ഹൈക്കോടതിയിൽ ഇതിനെതിരെ കേസ് എത്തിയതോടെ മരവിപ്പിക്കുകയാണ് ഉണ്ടായത്. ഈ കേസ് ഇപ്പോഴും തുടരുകയാണ്. ഇതാണ് ആശ്വാസമായി മാറുന്നത്. ഇപ്പോൾ തന്നെ 15 വർഷം കഴിഞ്ഞുള്ള വാഹനങ്ങൾ പുതുക്കുമ്പോഴും വിൽപ്പന നടത്തുമ്പോഴും മോട്ടോർ വാഹന വകുപ്പ് സത്യവാങ്മൂലം വാങ്ങുന്നുണ്ട്. വർധന പ്രാബല്യത്തിലായാൽ ഈ തുക നൽകാൻ എല്ലാവരും ബാധ്യസ്ഥനാണ്. കോടതി സ്റ്റേ ഉള്ളതിനാൽ നിലവിൽ ഈ തുക വാങ്ങിക്കുന്നില്ല. ഉത്തരവ് നീങ്ങിയാൽ വർദ്ധിപ്പിച്ച തുക നൽകാൻ ബാധ്യസ്ഥനാകും. 15 വർഷത്തിന് ശേഷം 5 വർഷത്തേക്കാണ് സ്വകാര്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നത്. ഇതിന് അനുമതി ലഭിക്കണമെങ്കിൽ അറ്റകുറ്റപ്പണി, പെയിന്റിംഗ് അടക്കം പൂർത്തീകരിക്കേണ്ടതുണ്ട്. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാനുള്ള ഫീസും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനുള്ള നിരക്കും കുത്തനെ ഉയർത്തിയിട്ടുണ്ട്. ഇത് പ്രാബല്യത്തിൽ എന്ന് വരുമെന്ന് ഉള്ള കാര്യം ഇപ്പോൾ ഒരു അനിശ്ചിതത്വത്തിലാണ് നിൽക്കുന്നത്. അതിനിടെ കേസ് വേഗത്തിൽ തീർക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടലും നടത്തുന്നുണ്ട് എന്നാണ് ഒരു സൂചന പുറത്തു വരുന്നത്. വണ്ടിയുടെ RC പുതുക്കാൻ വൈകിയാൽ വണ്ടി തൂൽക്കി വിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരും. നിലവിൽ 15 വർഷം കഴിഞ്ഞ മോട്ടോർ സൈക്കിൾ പുതുക്കാൻ മറന്നുപോയാൽ 3000 രൂപ പിഴയും 300 രൂപ ഡിലേ ഫീസും ഒപ്പം 360 രൂപ പുതുക്കൽ ഫീസും നൽകണം. ഏകദേശം ഇത് 3600 രൂപ വരും. ഇനി ഡിലേ ഫീസ് മോട്ടോർ സൈക്കിളിന് ഒരു മാസം 300 രൂപ വെച്ച് കൂടും. അതായത് ഒരു വർഷം 3600 രൂപ മാത്രമായി ഡിലേ ഫീസിന് അടയ്ക്കണം. അടയ്ക്കാൻ മറന്ന് കൂടുതൽ വർഷമായാൽ വണ്ടി തൂക്കി വിൽക്കുക മാത്രമേ ഒരു ഓപ്ഷനുള്ളൂ. കാറിന് 500 രൂപയാണ് മാസം വർദ്ധിക്കുക. സൂക്ഷിച്ചില്ലെങ്കിൽ പോക്കറ്റ് കാലിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.